അവരോട് പറഞ്ഞ് ഞങ്ങളിതൊന്നും അറിയില്ലെന്നാണ് DC ബുക്സിൻ്റെ ആളുകൾ ഈ എഴുതാൻ ഏൽപ്പിച്ച സുഹൃത്തിനോട് പറഞ്ഞത്. എന്നെ വിളിക്കാൻ പറഞ്ഞവരോട് അവരെന്നെ വിളിച്ചു. ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ആമുഖം എഴുതിയിട്ടില്ല, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യവും എഴുതിയിട്ടില്ല, അതിൻ്റെ കവർ പേജ് തയ്യാറാക്കിയിട്ടില്ല, എന്തെല്ലാം ഇനി ഉൾക്കൊള്ളിക്കണം എന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തീരുമാനവും എടുത്തിട്ടില്ല. ഇങ്ങനെയുള്ളൊരു പുസ്തകം നിങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് ഇന്നതുണ്ടെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചത്? അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിരിക്കുകയാണ് 13-ാം തീയതി 10:30 മണിക്ക് ഞാൻ എഴുതുന്ന പുസ്തകത്തിന്റെ പ്രകാശനം. എന്തടിസ്ഥാനത്തിലാണ് DC ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നത്? ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല സാർ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇതിന്റെ DC ബുക്സിന്റെ റിവ്യൂ എവിടെയുണ്ട്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഇല്ല, വിദേശത്താണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിയന്തരമായി അദ്ദേഹത്തോട് എന്നെ വിളിക്കാൻ പറയണം. അരമണിക്കൂറിനുള്ളിൽ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ വിദേശത്താണ്, ഞാനൊന്നും അറിയില്ല, ഷാർജയിലാണ്, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം, അന്വേഷിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തികച്ചും ഇതൊരു ആസൂത്രിതമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയെ മുന്നിൽ നിർത്തി മറ്റ് പത്രങ്ങളിൽ വാർത്ത കൊടുപ്പിച്ച് മറ്റ് മാധ്യമങ്ങളുടെ ലീഗൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിച്ചിട്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു പദ്ധതിയാണ്. ഞാൻ ഇത് സംബന്ധിച്ച് എനിക്ക് ലഭ്യമാക്കാൻ കഴിയാവുന്നിടത്തോളമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ഗൂഢാലോചനയുടെ കോൺസ്പിറസിയുടെ കേന്ദ്രബിന്ദു, ഈ കോൺസ്പിറസി എവിടെ നിന്ന് വന്നു, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ അറിവ് വെച്ചുകൊണ്ടും എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇതിന് നിയമപരമായ നടപടി സ്വീകരിക്കണം. അതുകൊണ്ടാണ് ആ ദിവസം അപ്പോൾ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ DGPയോട് പറഞ്ഞു. DGPക്ക് ഞാൻ പരാതി എഴുതി തയ്യാറാക്കി തിരുവനന്തപുരത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അഡ്വക്കേറ്റ് വിഷൻ മുഖാന്തരം ഒരു നിയമവശം ലീഗൽ നോട്ടീസ് DC ബുക്സിന് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം നിയമപരമായി പരിശോധിക്കണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ല. ഇത് ക്രിമിനൽ കുറ്റമാണ്, തെറ്റായിട്ടുള്ള നടപടികളാണ്. അതുകൊണ്ട് ഇത്തരമൊരു നടപടികൾ നമ്മുടെ മാധ്യമരംഗത്തൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ്. സാധാരണ പുസ്തക പ്രസാധകന്മാർ ഉയർന്ന നിലവാരം പുലർത്താറുണ്ട്. ഇതെല്ലാം ഇവിടെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ശക്തമായിട്ടുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഒരു കാര്യവും പറയാൻ പറ്റില്ല. വസ്തുതാപരമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം, എല്ലാം സത്യമായിരിക്കണം. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എൻ്റെ കഴിവും മറ്റ് പലരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ നടപടികൾ സ്വീകരിക്കാൻ ഇതൊരു ഗൂഢാലോചനയാണ്, ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ഇടതുപക്ഷത്തെ തകർക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ തകർക്കാൻ, എന്നെ പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ദുർബലപ്പെടുത്താൻ, അതുവഴി പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത്.